നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ 1 by 1 ആയിട്ട് ഒന്ന് ചിന്തിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന ഭാഗത്ത് നമുക്ക് ആദ്യം നിൽക്കാം. Let's trust in the Lord and read through this 1 by 1 and interpret this 1 by 1. Let's start with, for unto us a child is born, unto us a son is given. Let's stop here and try to interpret this. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അതൊക്കെ. പക്ഷെ രണ്ടാമത്തെ ഭാഗം ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതായത് മകൻ ജനിച്ചതല്ല, മകനെ നൽകിയതാണ്. ശിശു അപ്പോഴേ ജനിച്ചുള്ളൂ, പക്ഷേ മകനെ നൽകിയതാണ്. മകൻ നേരത്തെയുണ്ട്. ആ മകനാണ് ക്രിസ്തു. വചനം എന്ന് ബൈബിൾ പേരിട്ടിരിക്കുന്ന മകൻ നേരത്തെയുണ്ട്. അതുകൊണ്ടാണ് മകനെ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. ശിശു ജനിച്ചു, ജനിച്ച ശിശുവിന്റെ പേര് യേശു എന്നാണ്. നൽകിയ മകന്റെ പേര് ക്രിസ്തു എന്നാണ്, അല്ലെങ്കിൽ വചനം എന്നാണ്. So the interpretation of what we discussed is the interpretation of, to us a child is born. So I don't think there is much competing interpretations for this. But the second clause is, to us is given a son. So this speaks about Christ, or the Word of God that is the pre-existent Christ, pre-existent Jesus. So the child that is being born, that is Jesus, but the son is there even before Jesus is born, and that son is the Christ, or the Word of God. ദൈവപുത്രന്റെ പേരാണ് ക്രിസ്തു, വചനം. ആ ദൈവപുത്രൻ, വചനം മാംസമായി വന്ന യേശു എന്ന ആ ശിശു, ആ മാംസമായി വന്നതിന്റെ പേരാണ് യേശു. ഇതുകൊണ്ടാണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് 1:14 1:1 ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം പിതാവെന്ന് എഴുതിയിട്ടില്ല, പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് അതിന്റെ 1:14 പറയാണ്, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി, ക്രിസ്തു യേശുവായി, ദൈവപുത്രൻ മനുഷ്യനായി. So the name of the Son of God is the Word, and when this Word became flesh and was born in this world, he took the name of Jesus. Here we see in John chapter 1:1 that the Word, in the beginning was the Word was with God. That is, Word was with God the Father, and the Word was God. And again we see in chapter 1 verse 14, and Word became flesh and dwelt among us. That is, the Word became flesh. The Son of God became Jesus when he came into this world. Hallelujah. I am. അപ്പോ മനസ്സിലായല്ലോ, ഗലാത്യ ലേഖനം 4:4 നിങ്ങൾക്ക് മനസ്സിലായി. പുത്രനെ നൽകുകയായിരുന്നു, പുത്രൻ ജനിക്കുകയായിരുന്നില്ല, ദൈവപുത്രനെ നൽകുകയായിരുന്നു. പക്ഷെ യേശു എന്ന ശിശു ജനിക്കുകയായിരുന്നു. ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, പുത്രനെ നൽകിയിരിക്കുന്നു. യേശുവാണ് ജനിച്ചത്, ക്രിസ്തുവിനെയാണ് നൽകിയത്. So I hope you understood Galatians 4:4. God sent forth his son. So that is the interpretation of Isaiah 9:6 will be, a child is born. The child that is born is Jesus, but a son is not born, son is given to us, and that son is the Son of God, the Word of God, that is pre-existent Jesus. ഇത് മറ്റൊരു ഭാഗം കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തണ്ടറിങ് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോഴല്ല നമ്മൾ ദൈവമക്കളായത്. നിങ്ങൾക്ക് തണ്ടറിങ് ആയിട്ടുള്ള ഒരു ഇടിയും കൂടിയാണ്, അടുത്തൊരു ഇടിയും കൂടി. യേശു കർത്താവിനെ രക്ഷകനായി നമ്മുടെ കർത്താവായി സ്വീകരിച്ചപ്പോഴല്ല നമ്മൾ ദൈവപുത്രന്മാരായത്. നമ്മൾ അതിനെല്ലാം മുമ്പേ ദൈവപുത്രന്മാരാ. അനാദിയിലെ നമ്മൾ ദൈവപുത്രന്മാരാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് അയക്കുവാനായിട്ട് ഇടയായത്. If you let me also tell you one more fact which may kind of shock you. This is in Galatians chapter 4. ചാപ്റ്റർ പറഞ്ഞില്ല, പറയാൻ പോകുന്നു. Okay. So this fact is that we did not become sons of God when we accepted Jesus as our Savior. We were sons of God even from the beginning, even from eternity onwards, and that is why God gave us
God gave us His Spirit, which calls Abba Father. കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്ക്? ഞാൻ ചിന്തിക്കുന്നു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലായി, യേശുവിനെ കുറിച്ച് മനസ്സിലായി. ക്രിസ്തു ദൈവപുത്രൻ, യേശു ക്രിസ്തു മനുഷ്യപുത്രൻ, ക്രിസ്തുവിന്റെ പേര് വചനം, മനുഷ്യപുത്രൻ ഇതാ മാംസമായി ജഡം ധരിച്ചു, വചനം ജഡമായി മാറി. ഇനി ആ ഭാഗത്ത് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെ നിങ്ങൾ ഇനി കലങ്ങുവാനായിട്ട് ഇടയാകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. യേശു ഇതാ 2000 വർഷം മുമ്പേ ആ പേര് പോലും വന്നിട്ടുള്ളൂ. എന്നാൽ അതിനു മുൻപ് പ്രവചനത്തിലൂടെ ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ആ യേശുവിന് ഇന്നിന്ന പേരുകളൊക്കെ വിളിക്കപ്പെടും എന്നൊരു പ്രവചനമുണ്ട്. അത് നമുക്ക് അടുത്ത സമയത്ത് ചിന്തിക്കാം. So let us conclude by speaking just stopping with the first two titles. I hope you have understood this. We have the Son of God, that is the Word, and this Word became flesh, and when he came to this world, he was known as Jesus, Jesus that is the Son of Man, and this name of Jesus came about only in 2000 years. But the Son of God, that is the Word, that is a pre-existent Jesus, he was there from eternity. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിലെത്തുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ. Greetings of love to everyone who is present here. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ, to everyone who is present here in this hall, as well as all who are listening to this audiovisual medium. May God help you and be with you. May God lead you to perfection in Christ, so that you may reach the Heavenly Father. പ്രിയ സഹോദരങ്ങളെ, നവംബർ മാസത്തെ റിട്രീറ്റിൻ്റെ അവസാന ദിവസത്തെ ലാസ്റ്റ് സെക്ഷനിൽ ഇതാ ചോദ്യങ്ങളുടെ ഉത്തരമുണ്ട്. അതുമായുള്ള ബന്ധത്തിലാണ് ഈ ഒരു ക്ലാസ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഓർപ്പിച്ചോളട്ടെ. അടുത്ത ധ്യാനം ഡിസംബർ 2-ാം തീയതിയാണ്. ഒരുക്കത്തോടെ അനേകരെ ഒരുക്കി നിങ്ങളും കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരായി തീരാ. ഹല്ലേലൂയ. കാഴ്ചക്കാരാകുന്ന തലത്തിൽ നിന്ന് കളിക്കാരുടെ കളത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർപ്പിച്ചോളട്ടെ. Dear brothers, as you know, this is the last session of the retreat for this November 2024, and as is usual, we will be dealing with answering some questions that have come up. But before that, let me remind you that the next retreat will be on December 2nd. Please come and please bring others as well, so that we can be fishers of men, so that we can get promoted from people who are spectators to the players. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഓർപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഒരു പ്രത്യേക ഒരു മീറ്റിംഗ് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഗോസ്പൽ TV ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്: ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് സ്വർഗസ്ഥ പിതാവിനെ പുറത്താക്കുന്നതിൽ പിശാച് എത്രമാത്രം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ in addition to that, I would like to inform you about another meeting. God willing, we'll be having another meeting on December 1st. That is Sunday, 7 o'clock in the evening. This will be in collaboration with the Gospel TV. The topic of this meeting would be just how successful has Satan been in removing Heavenly Father from the church and from the hearts of the believers. അതോടൊപ്പം തന്നെ അതിലെ മറ്റൊരു വിഷയമാണ്
യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, വഴി സത്യം ജീവനും ഞാനാവും, നിന്നിലൂടെ അല്ലാതെ ആരും സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ തക്കവണ്ണം ക്രിസ്ത്യാനികൾ എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു, അതോ അവർ പരാജയപ്പെടുന്നുവോ? Along with that, a related topic will be handled. That is, Jesus said that I am the way, truth, and the life, and no one reaches the Father apart from me. So, just how far has as the church, as the believers in the church, progressed in their journey towards the Father, or has they failed in that? ഹല്ലേലൂയ. ഒരുപക്ഷെ ജനം അതിശയിക്കും, ഇതെന്താണ് ഇങ്ങനെ? ശ്രദ്ധിച്ചാട്ടെ, ക്രിസ്തുവെ ഇന്ന് പലർക്കും ക്രിസ്തുവെ കുറിച്ച് അറിയാം, പക്ഷെ അവസാനം അവർ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ക്രിസ്ത്യാനികളിൽ നല്ലൊരു പങ്ക് ദൈവദാസന്മാരും ദൈവമക്കളും. അതിന്റെ തെളിവാണ് മത്തായി 21, 22, 23 ന്യായവിധിയിൽ ക്രിസ്തു അവരോട് പറയുകയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവദാസന്മാരോട് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവര് എന്നെ വിട്ടുപോവുക, ഞാൻ ഒരു കാലത്തും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട് ഫ്രം മീ. ശ്രദ്ധിക്കുക, അവർക്ക് യേശുവിനെ പ്രസംഗിക്കാൻ കഴിഞ്ഞു, രക്ഷകനായി സ്വീകരിക്കാൻ കഴിഞ്ഞു, അഭിഷേകം പ്രാപിക്കാൻ കഴിഞ്ഞു, രോഗികളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞു, ഭൂതങ്ങളെ പുറത്താൻ കഴിഞ്ഞു. പക്ഷേ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിഞ്ഞില്ല. സഭയിലെത്താൻ കഴിഞ്ഞു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. Now, many of you may be surprised at that topic that I have mentioned. The reason for that is many of us, most of us, the believers as well, many believers as well as servants of God know about Christ and has reached Christ, but they are not able to reach the Heavenly Father. The proof of this is given in Matthew 7:21 to 23, where Jesus said that it is not those who call me Lord, Lord who will enter the kingdom of God, but those who those who do the will of the Father. Along with that, Jesus said that, get away from me, doers of evil. I never knew you. So you remember that these were servants of God who committed great acts of wonder, who cast out demons, who prophesied, etc. in Jesus' name, and still, even after that, they were not able to reach the Father. ആത്മീയ ജീവിതം പ്രാധാന്യമായി എടുത്തിട്ടുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പോസ്റ്റർ നിങ്ങളുടെ വാട്സപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ടാകും. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകാം, മനുഷ്യരെ കൊടുക്കുന്നവരല്ല. To those who give importance, its appropriate importance to the spiritual life, and those who wants to enter the kingdom of God, to such people this meeting will be very beneficial. The poster for this meeting should have reached all of your WhatsApp and other mediums. Please share it with others so that you will become fishers of men. ഈ പോസ്റ്ററും ഇതിന്റെ ടൈറ്റിലും പിശാചിനും പിശാചിന്റെ ആളുകൾക്കും വളരെ ഒരു റെസ്റ്റ്ലെസ് ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ്. അവര് വളരെ ഇതിനെതിർത്ത് സംസാരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇതാ, നമുക്ക് യേശുവിനെ പോലെ സത്യത്തിന് സാക്ഷി നിൽക്കുന്നവരാകാം. അപവാദം പറയുന്നവർ അവരുടെ അപ്പന്റെ ജോലി ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ജോലി എങ്ങനെയാണോ ക്രിസ്തു ചെയ്തത്, അതേപോലെ സത്യത്തിന് സാക്ഷി നിൽക്കാം. Now the title of this talk will be very unsettling to Satan and his followers. There may be many people who oppose you and make noise about you. Just ignore them. Let the slanderers do the work of their father, and we can do the work of our father just like Jesus did. തുടർന്ന് ഇതാ, നമുക്ക് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. കഴിഞ്ഞ സന്ദേശം നിങ്ങളോട് പറഞ്ഞതുപോലെ പലപ്പോഴും അത് സഭയ്ക്ക് അറിയാത്തത് കൊണ്ട് പല രീതിയിലും അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുവാനും ജനത്തിന് മനസ്സിലാകാതെ അവർ പല ആംഗിളുകളിലേക്ക് ചെതറിപ്പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ, ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് ഏകദേശം 700-750 വർഷങ്ങൾക്ക് മുൻപ് യേശയ്യാ പ്രവാചകൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ആ പ്രവചനത്തെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. Now let us continue to do the main talk, that is regarding Isaiah 9:6. The reason we are having this talk is that quite a bit of doubts have come regarding this talk, and many people have gone in many different directions while interpreting this.
So this is a prophecy that was done by prophet Isaiah regarding our Lord Jesus Christ some 750 years before he came to this world. ഒരുപക്ഷെ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഈ ഒരു ക്ലാസ്സിൽ വിവരിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ അതിന്റെ അടുത്ത ഭാഗത്തേക്കും കൂടെ അത് നീട്ടുന്നതായിരിക്കും. ആ വചനം ഞാൻ വായിക്കാം. യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. Maybe we may not be able to complete this, the entire interpretation of this in this talk. In such a case, we will do the continuation in the next talk. So let me start by reading the verse. For unto us a child is born, unto us a son is given, and the government shall be upon his shoulder, and his name shall be Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. Of the increase of his government and of peace there shall be no end upon the throne of David and upon his kingdom, to establish it and to uphold it with justice and with righteousness from henceforth even forever. The seal of Jehovah of hosts will perform this. ശ്രദ്ധിച്ചാട്ടെ, ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെയും തുടർന്ന് തന്റെ ക്രൂശു മരണത്തിലൂടെ താൻ സമ്പാദിക്കാൻ പോകുന്ന തന്റെ നാമങ്ങളെയും വിവരിക്കുന്നതാണെന്ന് ക്രിസ്തീയ ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വളരെ കുറച്ച് മാത്രം ഇങ്ങനെ തർക്കിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇത് യേശുവിനെ കുറിച്ച് ആണെന്നുള്ളത് എന്താണ് തെളിവ്? ഇതാ എൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. വരാൻ പോകുന്ന ഗവൺമെന്റ് യേശുവിൻ്റെ ഷോൾഡറിലാണ് സ്വർഗീയ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അതിനോട് പുതിയ ഉടമ്പടി പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം 20:4 വാക്യവും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ വാക്യങ്ങളും അതിനോട് ചേരുന്നു. This is a prophecy regarding our Lord and Savior Jesus Christ about the titles that he will earn through his crucifixion. Now this is I think the majority interpretation in most of the Christendom as well. Along with me, there are others who there is a small minority who ask that where is it written that this is about Jesus Christ. Let me tell you, in my heart also this is about Jesus Christ, because here it says that the government shall be upon his shoulder. According to this matches with what we see in Daniel 7 as well as Revelation 24, that the future government will be upon Jesus' shoulder. പലരും ഇതിന്റെ പല ഭാഗങ്ങൾ അംഗീകരിക്കും, എന്നാൽ ചില ഭാഗങ്ങൾ അംഗീകരിക്കാത്തത് ഉണ്ടായിരിക്കും. ചിലര് യേശുവിനെ ശിശുവായി മകനായി പറഞ്ഞ് അംഗീകരിക്കും, പക്ഷേ വീരനാം ദൈവമായി പറഞ്ഞത് അംഗീകരിക്കുകയില്ല. എന്നാൽ വീരനായ ദൈവമായി പറഞ്ഞ് അംഗീകരിക്കുന്ന ചിലര് നിത്യപിതാവ് എന്ന് പറഞ്ഞ് അംഗീകരിക്കാത്തവരുണ്ടാകാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനിതെല്ലാം അംഗീകരിക്കുന്ന ആളാണ്. There may be another group which accept part of this as being about Jesus. Like some people say accept that the child being born is Jesus, but they don't accept the title of Mighty God. There are others who accept the title of Mighty God but does not accept the title of Everlasting Father for Jesus. As far as I am concerned, all of this is a very simple interpretation, and all of these speaks about Jesus. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ 1 by 1 ആയിട്ട് ഒന്ന് ചിന്തിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന ഭാഗത്ത് നമുക്ക് ആദ്യം നിൽക്കാം. Let's trust in the Lord and read through this one by one and interpret this one by one. Let's start with, for unto us a child is born, unto us a son is given. Let's stop here and try to interpret this much. പ്രിയ സഹോദരങ്ങളെ, ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ദൂതൻ കടന്നു വന്ന്
പറയുന്ന രംഗമാണിത്. മത്തായി 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, യേശുക്രിസ്തു എന്ന രക്ഷകൻ മാനവകുലത്തിനായി സ്വർഗത്തിലെ ദൈവം തൻ്റെ അനൗൺസ്മെന്റ് അറിയിക്കുമ്പോൾ മത്തായി 1:21 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൾ ഒരു മകനെ പ്രസവിക്കും. ജോസഫിനോട് ദൂതൻ വന്ന് പറയുന്ന രംഗമാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഈ യേശുവാണ് ആ ശിശു, മറിയയുടെ ഉദരത്തിലൂടെ പുറത്തേക്ക് വന്ന ശിശു. So, beginning of Isaiah 9:6 speaks about a son being born. This is about the birth of our Lord Jesus Christ. We can see the same fulfillment of this happening in Matthew 1:21, where it again describes the birth of Lord Jesus Christ, and here an angel is speaking to Joseph, and here he says, "And she shall bring forth a son, and thou shalt call his name Jesus. For it is he that shall save his people from their sins." എനിക്ക് തോന്നുന്നു ഇത് ആർക്കും യാതൊരു തർക്കം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അതൊക്കെ. പക്ഷെ രണ്ടാമത്തെ ഭാഗം, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതായത് മകൻ ജനിച്ചതല്ല, മകനെ നൽകിയതാണ്. ശിശു അപ്പോഴേ ജനിച്ചുള്ളൂ, പക്ഷേ മകനെ നൽകിയതാണ്. മകൻ നേരത്തെ ഉണ്ട്. ആ മകനാണ് ക്രിസ്തു. വചനം എന്ന് ബൈബിൾ പേരിട്ടിരിക്കുന്ന ക്രിസ്തു. മകൻ നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് മകനെ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. ശിശു ജനിച്ച ശിശുവിൻ്റെ പേര് യേശു എന്നാണ്. നൽകിയ മകന്റെ പേര് ക്രിസ്തു എന്നാണ്, അല്ലെങ്കിൽ വചനം എന്നാണ്. So the interpretation of what we discussed is the interpretation of "to us a child is born." So I don't think there is much competing interpretations for this. But the second clause is "to us is given a son." So this speaks about Christ, or the Word of God that is the pre-existent Christ, pre-existent Jesus. So the child that is being born, that is Jesus, but the son, he's there even before Jesus is born, and that son is the Christ, or the Word of God. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ, ഈ പറഞ്ഞ വാക്കിനെ പ്രൂവ് ചെയ്യാനായിട്ട് പലരും ചിന്തിക്കുന്നത്, യേശു ഇവിടെ ജനിച്ചപ്പോഴാണ് ദൈവത്തിന് ഒരു മകനുണ്ടായതെന്നാണ്. ഞാനും പണ്ട് അങ്ങനെയാ ചിന്തിച്ചിരുന്നേ, ചില വാക്യങ്ങൾ കാണുന്നതിന് മുമ്പ് വരെ. പക്ഷേ ഈ വാക്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, തൻ്റെ മകനെയാണ് സ്വർഗത്തിലെ ദൈവം സ്ത്രീയിലൂടെ ജനിക്കാൻ അനുവദിച്ചത്, അല്ലാതെ ജനിച്ചപ്പോഴല്ല മകനായത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ബൈബിൾ മൈക്കിലൂടെ വായിക്കാൻ ആരെങ്കിലും സഹോദരിമാര് ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ആരുമില്ല. എന്നാ എടുത്തുന്നു. വേറെ 4:4 ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. ശ്രദ്ധിക്കുക,
ജനിച്ചപ്പോഴല്ല തൻ്റെ പുത്രനായത്. ജനിച്ചപ്പോഴല്ല ദൈവത്തിൻ്റെ പുത്രനായത്. പകരം പുത്രനെയാണ് സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ വേണ്ടി അയച്ചത്. ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ, അപ്പോൾ ഓൾറെഡി തൻ്റെ പുത്രനുണ്ട്, തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അപ്പൊ അതൊരു നിയോഗമായിരുന്നു, ഒരു ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ തൻ്റെ പുത്രനെയാണ്, ആ പുത്രന്റെ പേരാണ് വചനം. അവന്റെ പേർ ദൈവവചനം. ആ വചനത്തെയാണ് ഒരു ശരീരത്തിലേക്ക്, ഒരു ജഡത്തിലേക്ക്, ഒരു ശിശുവായി മറിയയുടെ ഗർഭത്തിലൂടെ കടന്നു വരാൻ അനുവദിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വചനം മാംസമായി. അപ്പൊ മാംസമാകുന്നതിന് മുമ്പ് എന്തായിരുന്നു? വചനമായിരുന്നു. വചനം മാംസമായി. ദൈവപുത്രൻ മനുഷ്യനായി. കറക്റ്റായിട്ട് നമ്മളിത് മനസ്സിലാക്കിയാൽ, ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ദൈവമേ അങ്ങ് വെച്ചത് എന്താണോ അതെനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് അതേ രീതിയിൽ മനസ്സിലാക്കുവാൻ ദൈവത്തോട് ഒരു ഓപ്പൺ മൈൻഡ് നമ്മൾ നിന്ന് നമുക്ക് മനസ്സിലാകും. അല്ല, ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുകയില്ല. ഓക്കെ, ട്രൈ ടു എക്സ്പ്ലെയിൻ. Now there is another interpretation. There are a bunch of people who say that God gained a son when Jesus was born. That is, God did not have a son before Jesus was born, but once when Jesus was born, God finally got himself a son. That is not true. I will show you verses to prove that that is not true. Let me start with Galatians 4:4. Here it says, "But when the fullness of the time came, God sent forth his son, born of a woman under the law." If you read this carefully, it does not say that God had a woman and when the woman gave birth, he got a son. No, here it says that God had a son. He sent that son to be born of a woman born under the law. So that is, the son existed before he was born of a woman. So this again, the name of the son, we see that the name of the son is Word or Word of God. In John chapter 1, again it says that, "And the Word became flesh." So it is this son, that the Word of God, that became flesh through Mary, and became Jesus, and came here under the name of Jesus. Hallelujah. ദൈവപുത്രന്റെ പേരാണ് വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവപുത്രൻ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു മനസ്സിലാക്കുന്നതിൽ ഒന്ന് തെറ്റിപ്പോയാൽ പിന്നെ എല്ലായിടും തെറ്റി. ആദിയിൽ, യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം എന്നുള്ളത് ക്രിസ്തുവിന്റെ പേരാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് വെളിപ്പാട് 19:13 പറയുന്നത് അവന്റെ പേർ ദൈവവചനം. വായിച്ചേ. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ഇതാ സ്വർഗത്തിൽ നിന്ന് കുതിരപ്പുറത്ത് വെള്ളക്കുതിരയിൽ കടന്നു വരുന്ന ഒരു രംഗത്തെ കുറിച്ച് പറയുമ്പോ ക്രിസ്തുവെ കുറിച്ച് പറയാണ്. അവന്റെ പേർ ദൈവവചനം. ഹല്ലേലൂയ. ഈ വചനമാണ് ആദിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു, പിതാവായ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. യോഹന്നാൻ 1:1 വായിച്ച്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. താഴേക്ക്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. പിന്നെ വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ഒന്നുകൂടെ. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ഒരു വ്യക്തിയാണ്. അവൻ. So the name of the pre-existent Christ is Word or Word of God, as is written in John chapter 1, "And the Word became flesh."
So here we see this again in Revelation chapter 19, where Jesus is said, and his name is Word, and his name is called the Word of God. So again we see this in Revelation chapter 19, verse 13. So we see that the name of our Lord Jesus is Word, and is again we see in John chapter 1, where it says that in the beginning was the Word, and the Word was with God, and the Word was God. So here the Word is the pre-existent Christ. That's the name of our Lord Jesus before he was born. ഹല്ലേലൂയ. ദൈവപുത്രന്റെ പേരാണ് ക്രിസ്തു, വചനം. ആ ദൈവപുത്രൻ വചനം മാംസമായി വന്ന യേശു എന്ന ആ ശിശു, ആ മാംസമായി വന്നതിന്റെ പേരാണ് യേശു. ഇതുകൊണ്ടാണ് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് 1:14 1:1 ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം പിതാവെന്ന് എഴുതിയിട്ടുള്ള പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് അതിന്റെ 1:14 പറയാണ്, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി, ക്രിസ്തു യേശുവായി, ദൈവപുത്രൻ മനുഷ്യനായി. So the name of the Son of God is the Word, and when this Word became flesh and was born in this world, he took the name of Jesus. Here we see in John chapter 1:1 that the Word, in the beginning was the Word was with God. That is, Word was with God the Father, and the Word was God. And again we see in chapter 1 verse 14, and Word became flesh and dwelt among us. That is, the Word became flesh. The Son of God became Jesus when he came into this world. യേശു എന്ന പേര് പോലും ഇതാ ജോസഫിന് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോഴാണ് അറിയപ്പെടുന്നത്. പക്ഷേ ക്രിസ്തു ആദിക്ക് മുമ്പേ ഉണ്ട്, വചനം ആദിക്ക് മുമ്പേ ഉണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, യേശു പറഞ്ഞത്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. So the name of Jesus was revealed when it was revealed to Joseph, but the Word, that is the Christ, the Word was even before the creation of this world. That's why Jesus says that before Abraham was, I was. ഹല്ലേലൂയ. I am. അപ്പോ മനസ്സിലായല്ലോ, ഗലാത്യ ലേഖനം 4:4 നിങ്ങൾക്ക് മനസ്സിലായി. പുത്രനെ നൽകുകയായിരുന്നു, പുത്രൻ ജനിക്കുകയായിരുന്നില്ല, ദൈവപുത്രനെ നൽകുകയായിരുന്നു. പക്ഷെ യേശു എന്ന ശിശു ജനിക്കുകയായിരുന്നു. ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, പുത്രനെ നൽകിയിരിക്കുന്നു. യേശുവാണ് ജനിച്ചത്, ക്രിസ്തുവിനെയാണ് നൽകിയത്. So I hope you understood Galatians 4:4. God sent forth his Son. So that is the interpretation of Isaiah 9:6 will be, a child is born. The child that is born is Jesus, but a son is not born. Son is given to us, and that son is the Son of God, the Word of God. That is pre-existent Jesus. ഇനി ഇതും പോരാ, ഇനിയും വചനം വേണമെങ്കിൽ ഇനിയും വചനം തരാം. യോഹന്നാന്റെ സുവിശേഷം 3:17 കടന്നു വരുമ്പോ, ഈ ദൈവപുത്രൻ ജനിച്ചപ്പോഴല്ല ദൈവത്തിന് മകനുണ്ടായത്, അതായത് മറിയയുടെ ഉദരത്തിലൂടെ ജനിച്ചപ്പോഴല്ല മകനുണ്ടായത്, അതിനു മുമ്പേ മകനുണ്ട്. ആ മകനെയാണ് നമുക്ക് യേശുവായി നൽകിയത്. വായിച്ചേ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്. അപ്പൊ ദൈവം ആരെ അയച്ചത്? ലോകത്തിൽ അയച്ചപ്പോഴല്ല പുത്രനായത്, ദൈവം തന്റെ പുത്രനെയാണ് ലോകത്തിൽ അയച്ചത്. ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചു. ജനിച്ചപ്പോഴല്ല പുത്രനായത്, പുത്രൻ നേരത്തെ ഉണ്ട്, ആദിയിലെ പുത്രനുണ്ട്. കാരണം പുത്രന്റെ ജനനം എന്ന് പറയുന്നത് ആദിക്ക് മുമ്പേ, സൃഷ്ടിപ്പിന് മുമ്പേ അനാദിയിലാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാണ് കൊലോസ്യ ലേഖനം 1:15 പറയുന്നത്.
എപ്പോഴാണ് ഈ പുത്രൻ ജനിച്ചത്, ക്രിസ്തു ജനിച്ചത്? യേശു ക്രിസ്തുവിന്റെ ജനനം 2000 വർഷം മുമ്പ് മറിയയിലൂടെയാണ് യേശുവിന്റെ ജനനം. എന്നാൽ ക്രിസ്തു എന്ന ദൈവപുത്രന്റെ ജനനം സൃഷ്ടിപ്പിനെല്ലാം മുമ്പാണ്. സോറി. Do you want more verses for this? We can give one more verse, that is John chapter 3 verse 17. Let me read it. Indeed, God did not send the Son into the world to condemn the world, but in order that the world might be saved through him. So here it says that God sent his Son into the world. So what this again means is that God did not gain a son. God did not get a son when Jesus was born into this world. On the contrary, God had a son from the very beginning, even before the creation of this world, from the time of eternity itself. God had a son, and he sent that son into this world. And when that son was born into this world, that son was called Jesus. Hallelujah. We see this again in Colossians chapter 1. 1 verse 15. ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, ഐക്കൺ, സാദൃശ്യം, സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. എല്ലാ സൃഷ്ടികളും ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന് ആദ്യമായി ജനിച്ചവനും ആകുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവെ കുറിച്ചല്ല, ക്രിസ്തുവെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്. We see this again in Colossians chapter 1 verse 15. Let me read this. Who is the image of the invisible God, the firstborn of all creation. So here it says that the firstborn of all creation, that is before all creation came to being, Jesus came into being. So here it does not speak about Jesus. Sorry, it does not speak about Jesus. On the contrary, it speaks about Christ, about the Word of God, that is the Son of God, that is the pre-existent Jesus. Hallelujah. ഈ ഒരു കാര്യം ഇതാ, യേശു ക്രിസ്തു ബത്ലഹേമിലാണ് ജനിക്കുന്നത് എന്ന പ്രവചനം ഓൾറെഡി ഉണ്ട്. അപ്പോ ആ ജനിച്ചപ്പോഴല്ല യേശു ഉണ്ടായത്, അതിനു മുമ്പേ അവൻ പുരാതനമേ ഉള്ളവനാണ്. ഇതാണ് മൈക്ക, മലയാളത്തിൽ മീഹ, 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ. അതാണ് ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം മറിയയിൽ നിന്ന് ജനിച്ചപ്പോഴാണ് ഉണ്ടായതെന്നല്ല, അവന്റെ ഉത്ഭവം പണ്ടേയുള്ളത് പുരാതനമായതും തന്നെ. So we again have a prophecy in Micah where it says that Jesus will be born into Bethlehem. But here again it says that that the Son of God, the Word of God was there. This is a prophecy about Jesus being born into Bethlehem. But here again it says that the person who is born into Bethlehem, he existed from the beginning of time itself. From everlasting. Let me read you that prophecy. But thou, Bethlehem Ephrathah, who art little to be among the thousands of Judah, out of thee shall come forth unto me that is to be ruler in Israel, whose going forth are from of old, from everlasting. So here it says that a person will come out of Bethlehem, that is Jesus. This prophecy was given before Jesus was born. So a person will come out of Bethlehem, and this person's origin will be from everlasting. Hallelujah. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഇപ്പം അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഓൾറെഡി ഒരു 1 മിനിറ്റ് മെസ്സേജ് ഓൾറെഡി ഇന്റർനെറ്റിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് യേശു ക്രിസ്തു സമയത്തിലും ആദിയിലും അനാദിയിലും. അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടിടയാകും. അനാദിയിലെ യേശുവിന്റെ സ്ഥാനം
സ്വകീയ പിതാവിലായിരുന്നവനും സ്വകീയ പിതാവുമായി ഒന്നായിരുന്നവനും. സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ സ്വർഗീയ പിതാവിനാൽ ഈ യൂണിവേഴ്സിൽ ജനിച്ചവനും തുടർന്ന് സകലതും ആ ക്രിസ്തുവിലൂടെ ഉണ്ടാക്കപ്പെട്ടവനും. ഇന്ന് ഈ ആദിയിൽ നടന്ന കാര്യമാണ് സകലതും ക്രിസ്തുവിലൂടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവാക്കി. അതാണ് ആദിയിൽ. പിന്നെ സമയത്തിൽ I'm not going to go more deeper into this. We have already released a one minute message regarding this through our WhatsApp and other mediums. Please see that. Just to summarize what that message says is that where Jesus was in the eternity past, where Jesus was at the beginning of creation, and where Jesus is during the time period, that is at the time when time came into existence. So here it says that during the eternity, Jesus was with the Father, and at the beginning of creation, Jesus, again, in the beginning of creation, it speaks about John 1:1, where the Word was with God, and it is through Jesus that the entire creation was done by the Father. And then during time, as we know, we know what Jesus did after creation. ഇത് മറ്റൊരു ഭാഗം കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തണ്ടറിങ് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോഴല്ല നമ്മൾ ദൈവമക്കളായത്. നിങ്ങൾക്ക് തണ്ടറിങ് ആയിട്ടുള്ള ഒരു ഇടിയും കൂടിയാണ്, അടുത്തൊരു ഇടിയും കൂടിയാണ്. യേശു കർത്താവിനെ രക്ഷകനായി നമ്മുടെ കർത്താവായി സ്വീകരിച്ചപ്പോഴല്ല നമ്മൾ ദൈവപുത്രന്മാരായത്. നമ്മൾ അതിനെല്ലാം മുമ്പേ ദൈവപുത്രന്മാരാണ്. അനാദിയിലെ നമ്മൾ ദൈവപുത്രന്മാരാണ്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് അയക്കുവാനായിട്ട് ഇടയായത്. If you let me also tell you one more fact which may kind of shock you. This is in Galatians chapter 4. ചാപ്റ്റർ പറഞ്ഞില്ല, പറയാൻ പോകുന്നു. Okay. So this fact is that we did not become sons of God when we accepted Jesus as our Savior. We were sons of God even from the beginning, even from eternity onwards, and that is why God gave us His Spirit, which calls Abba, Father. ഇതാണ് ഗലാത്യ ലേഖനം 4:6 പറയുന്നത്. നിങ്ങൾ മക്കളാകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അല്ലാണ്ട് സ്വപുത്രന്റെ ആത്മാവിനെ ഹൃദയത്തിൽ അയച്ചപ്പോഴല്ല മക്കളായത്. മക്കളാകൊണ്ടാണ് സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചത്. നമ്മൾ നേരത്തെ അനാദിയിലെ നിർണയത്തിൽ തന്നെ ദൈവത്തിന്റെ മക്കളാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. This is given in Galatians chapter 4 verse 6. And because ye are sons, God sent forth the Spirit of His Son into our hearts, crying, Abba, Father. So here it says that God did not send forth the Spirit of His Son and then we became sons of God. But here it says that because we were the sons of God, we were predestined from eternity. That is why God sent the Spirit of His Son into our hearts. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. കാരണം ഇന്നലെ യേശു കർത്താവിൽ വിശ്വസിച്ചപ്പോഴല്ല ഞാൻ ദൈവത്തിന്റെ മകനായത്. നേരത്തെ തന്നെ ഞാൻ ദൈവത്തിന്റെ മകനാണ്. എറ്റേണിറ്റിയിലും സെലക്ഷനിലും മുൻനിയമനത്തിലും ഞാൻ ദൈവത്തിന്റെ മകനാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് നടന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ മരിച്ചുപോയി. ആ ദൈവത്തിന്റെ മകൻ ഇടയ്ക്ക് വെച്ച് മരിച്ചുപോയി. ദൈവത്തിന് നഷ്ടവും പെട്ടു. So what it means is that we were sons of God from eternity in both selection as well as in predetermination. But
then why did something like this, and not just when we accepted Jesus as our Lord and Savior? We were sons of God from eternity, both in selection as well as in predetermination. So then you may ask, what was the need for this this event? So the reason for that is that in between these two we died and God lost us. ശ്രദ്ധിച്ചേ, നിങ്ങൾ ചോദിക്കുക എപ്പോഴാണ് മരിച്ചതെന്ന്. നിങ്ങൾ ധൂർത്തൂന്ന കഥ വായിച്ചിട്ടുണ്ടോ? അതിൽ പിതാവ് പറഞ്ഞ കേട്ടോ, എൻ്റെ മകൻ എന്നെ പറ്റി, എൻ്റെ മകൻ മരിച്ചും പോയി, അവൻ എനിക്ക് നഷ്ടപ്പെട്ടും പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ അവൻ വീണ്ടും ജീവിച്ചു, അവനെ എനിക്ക് തിരികെ കിട്ടി. ആ വീണ്ടും ജീവിക്കുന്ന പരിപാടിയാണ് ക്രിസ്തുവിനെ രക്ഷകനായി നാം സ്വീകരിക്കുമ്പോൾ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയക്കുന്നത്. Now you may ask, when did we die? So let me point you to the parable of the prodigal son, where the father says of the son, this son was dead to me, and this son was both dead and lost. But now I have gotten him back, and he has lived again. So this is the process that happens when we accept Jesus as our Lord and Savior, and we who are lost and dead become alive in Christ, and God gives us the Spirit of His Son. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 15:24 ഇതാ ആ പിതാവ് തൻ്റെ വീട്ടിലെ ദാസന്മാരോടും അതോടൊപ്പം തന്നെ തൻ്റെ മൂത്ത മകനോടും പറയുന്ന രംഗമുണ്ട്. അതിലൊരു ഭാഗം വായിക്കും. ഇനി 24 വായിച്ച്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. അപ്പൊ ഇവൻ ആരായിരുന്നു അതിന് മരിക്കുന്നതിന് മുമ്പ്? എന്റെ മകനായിരുന്നു. ഹല്ലേലൂയ. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. വീണ്ടും ജീവിച്ചു. ഇതിന്റെ പേരാണ് നാം പറയുന്നത് വീണ്ടും ജനനം. മനസ്സിലായോ? വീണ്ടും ജീവിച്ചു. അപ്പോ ഇവൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകനായിരുന്നു. ആദത്തിൽ എന്റെ മകനാണ്. അതിനു മുമ്പേ ഞാൻ ഇവനെ അനാദിയിലെ ഇവനെ തെരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു. പക്ഷെ ഞാൻ ഇവനെ ഡിപ്പോസിറ്റ് ചെയ്തത് ആദത്തിലായിരുന്നു. ആദത്തിൽ ഇവൻ മരിച്ചുപോയി. Let's read that verse about prodigal son again. It's in Luke chapter 15 verse 24. For this son of mine, this is the father speaking to the servants, and he says about the prodigal son when he returns, for this son of mine was dead and is alive again, he was lost and is found. So here it says that this person was his son even before he came back. So this person was the son of this father even before he returned to the father. But he was dead and he was lost, and when he returned to the father, he became alive again. And this is the event of being born again in the Christian life. So what it means that we were the sons of God from the eternity itself, both in our selection as well as in our predestination. But God deposited us in Adam, and because of that we died in Adam, and then God brought us back alive in Christ. Hallelujah. എൻ്റെ മക്കളെ, എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എത്രമാത്രം ഇത് അകത്തേക്ക് കയറുന്നുണ്ടെന്ന്. എനിക്കിത് കേൾക്കുമ്പോൾ ത്രില്ല. ഹല്ലേലൂയ. കാരണം എന്തോ ഒന്നില്ലാത്തത് തരികയല്ല, ഞാൻ ഓൾറെഡി ആയതാണ് എനിക്ക് മടക്കി തരുന്നത്. ഇതാ ദൈവവചനം പറയുന്നത്. 1 യോഹന്നാൻ 3:1-2 ഭാഗങ്ങളിൽ പറയുന്നു, കാൺമീൻ എത്ര വലിയ സ്നേഹമാ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നേ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ. എന്നിട്ടൊരു എംഫസീസ് കൊടുത്തു. ആ എംഫസീസ് എന്നെ അങ്ങ് തള്ളി കയറ്റുന്നേ. ആരെങ്കിലും വിശ്വസിച്ചില്ലെങ്കിൽ അവിടെ പറയാ നാം അങ്ങനെ ആണ് താനും. ഹല്ലേലൂയ. എപ്പോ? അനാദിയിലെ നാം ദൈവത്തിന്റെ മക്കളാ. നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഗോഡ്സ് കാറ്റഗറിയിലാ, ഗോഡ്സ് ഫാമിലിയിലാ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാര്, ദൈവത്തിന്റെ ഭവനക്കാരാ, ദൈവത്തിന്റെ വീട്ടുകാരാ. Beloved children, I don't know about you, but this
this thing thrills me a lot because God is giving me back what I have been from the beginning. So we see this again in 1 John chapter 3, where it says that, look, what a great gift God has given, that we may be known as the sons of God. And then he emphasizes that, and this thrills me a lot, where he says that, and we are the sons of God. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിന്റെ തൊട്ട് താഴെ ഗലാത്യലേഖനം 4:7 പറയുന്നത്, അങ്ങനെ നീ ഇനി ദാസൻ അല്ല പുത്രനത്രേ. ഒന്ന് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായിട്ടൊന്ന് കാണാമോ? ദൈവം നമ്മളോട് പറയുന്ന ഒന്ന് കാണാമോ? ഹല്ലേലൂയ. അപ്പൊ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അങ്ങ് മാറും. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, പുത്രനായത് കൊണ്ട് നീ ദൈവ ഇഷ്ടപ്രകാരം അവകാശിയുമാണ്. അവകാശി. And we see this again in Galatians 4 chapter 7. So that thou art no longer a bond servant, but a son. So, beloved children, please try to understand the full gravity of this, and try to behave like the sons of God. And it continues. And if a son, then a heir through God. That is, if a son, then according to the will of God, we are also a heir of God. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് 1 പത്രോസ് 1-ാം അധ്യായത്തിൽ അതിന്റെ 4-5 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചില്ലേ, പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തന്നില്ലേ. അത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ വീണ്ടും ജനിപ്പിച്ചത്? നിങ്ങൾക്ക് അവകാശം കിട്ടാൻ വേണ്ടിയാ. നിങ്ങൾ അവകാശികളാ. അവകാശം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. അല്ലാണ്ട് വീണ്ടും ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് അവസാനിക്കുകയല്ല. ഒരവകാശത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാണ്. വീണ്ടും ജനിച്ചപ്പോൾ എനിക്കെല്ലാം കിട്ടിയില്ല, ആയിട്ടില്ല, നീ വളർന്ന് ജയിക്കണം, ജയം പ്രാപിക്കണം. വീണ്ടും ജനിച്ചപ്പോൾ ഒരു അമ്മയുടെ വയറ്റിലെ ഒരു ഭ്രൂണമായി നീ ആരംഭിച്ചിട്ടേ ഉള്ളൂ. നീ ജയിച്ച് പുറത്തിറങ്ങിയാലേ മകനാകുള്ളൂ. This again we see in 1 Peter chapter 4, 1 Peter chapter 1 verse 4 and 5, where it says that we have an inheritance incorruptible. So the reason for this is that we are heirs, and when we are heirs, it does not end with when we are heirs we will also get the inheritance. So be careful that it does not end with we being born again. We should also grow up to be heirs and take hold of our inheritance. നിങ്ങൾ ആ ഭാഗം മനസ്സിലാക്കണം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പൊ രക്ഷ എപ്പോഴാ വെളിപ്പെടുന്നേ? നീ രക്ഷിക്കപ്പെട്ടോ ഇല്ലേന്ന് അറിയണത് അന്ത്യകാലത്തെ അറിയുള്ളൂ. ഹല്ലേലൂയ. അനേകരെ യേശുവിനെ കർത്താവ് സ്വീകരിച്ച് രക്ഷകനായി സ്വീകരിച്ചു, രോഗികളെ സൗഖ്യക്ക് പുറത്താക്കി അവസാനം യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തെ അവിടെ വെച്ച് തന്നപ്പോഴാണ് മനസ്സിലായേ എന്റെ കാര്യം പോയതെന്ന്. മനസ്സിലായോ? കർത്താവ് ഗരടിച്ചു. അന്ത്യകാലത്ത് രക്ഷ വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിന് വേണ്ടി ഇപ്പോൾ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരവകാശം അന്ത്യകാലത്ത് കിട്ടാനുണ്ട്. ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ. So it says in 1 Peter 1:5, let me read it from 5th to 4th, unto a salvation ready to be revealed in the last time. So we see that the salvation that will be revealed, that will be done at the last time, that is at the end of days. And it is at that point of time that we can be sure that we have salvation. And it is at that point of time something like Matthew 7:21-23 happens, where some people think they have salvation, but they don't get the salvation. And let me continue from there to 4th, where who by the power of God are guarded through faith unto a salvation ready to be revealed in the last time, unto a inheritance incorruptible and undefiled, and that fadeth not away, reserved in heaven for you. So remember that we are born again, and we should grow to be heirs and take hold of the inheritance by becoming victorious. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വചനം പറഞ്ഞ രക്ഷയ്ക്കായി വളരാൻ. അല്ലാണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട അതോടെ പരിപാടി കഴിഞ്ഞെന്നല്ല, രക്ഷയ്ക്കായി വളരാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്.
ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അപ്പൊ രക്ഷയ്ക്ക് എന്നാ വേണം? ഒരു വളർച്ച വേണം. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന ഈ ലോകത്ത് കിട്ടുന്ന പാലല്ല, നിന്റെ അകത്തുനിന്ന് ഇംപ്ലാന്റഡ് വേർഡ്, ദൈവം ഉൾനട്ട വചനം തരും. ആത്മാവ് സഭകളോട് പറഞ്ഞ് എന്തെന്നുള്ള വചനം തരൂ. മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. എന്തിനു വേണ്ടി? രക്ഷയ്ക്കായി വളരാൻ. കാരണം രക്ഷ അന്ത്യകാലത്ത് വെളിപ്പെടുന്നതാണ്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. So we again see another verse where it says that we should grow for our salvation. It does not say that once we have our salvation it ends. Rather, it says that we should grow for our salvation, and for that we should drink the pure milk of the word of God, the word of God that is implanted in you, not something that comes from the world, but that is implanted in you. That is the word that the Spirit, what the Spirit says. Let you who has ear listen. So we should grow by drinking the milk of that word of God. And here we says that there is a growth required. We have a salvation, then there is a growth of salvation, and at the end the final salvation is revealed. ഇതാണ് ദൈവത്തിന്റെ വചനം. 1 പത്രോസ് 2:1-2 ഭാഗങ്ങളിൽ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരോടാണ് ഈ പറയുന്നത് കേട്ടോ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും. രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? ദുഷ്ടതയുണ്ട്, ചതിവുണ്ട്, വ്യാജഭാവം. ഞാൻ എൻ്റെ അകത്തുള്ളതല്ല, പുറത്ത് ഞാൻ വേറൊരാളായിട്ട് അഭിനയിക്കുന്നു. വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ രക്ഷിക്കപ്പെട്ട നീ വാഞ്ചിക്കുക. So we see this in 1 Peter chapter 2 verse 1 and 2. Remember that this message has been given to those who have already been born again. So here it says, putting away therefore all wickedness and all guile. So remember that even those who have born again have wickedness and guile in their heart, and hypocrisies, that is, you are not showing your real self, and envies and all speaking and all evil speakings. As newborn babes long for the spiritual milk, which is without guile, so that you may grow thereby unto salvation. So here it says you have to grow thereby unto salvation. Hallelujah. ഇത് ഈ ലോകത്ത് ജനിച്ചൊരു ശിശുവിനെ പോലെ നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സഭയുടെ ഉള്ളിൽ, സഭ എന്ന സ്ത്രീയുടെ ആ ഗർഭപാത്രത്തിൽ ഒരു ഫീറ്റസായി പുതിയ സൃഷ്ടിയിൽ ആരംഭിച്ച ആ വ്യക്തിത്വത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ, സഭ എന്ന സ്ത്രീയുടെ ഉള്ളിൽ പുതിയ സൃഷ്ടി ഉരുവാകണം. So while this may from first one look like this is about a newborn child, but what here it speaks about is the child that is born via the womb of the church. Amen. Womb of the church that grows up and is born from the womb of the church. That child should try to grow. So അത് ഒരു ഗർഭിണി, അത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു ഫീറ്റസായി, ഒരു ഭ്രൂണമായി ഒരു കുഞ്ഞ് ആരംഭിക്കുന്നത് പോലെയാണ് അത്. തുടർന്ന് ഇതാ ആ പൊക്കിൾ കൊടിയിലൂടെ അതിനു വേണ്ട ഭക്ഷണം, അതിനു വേണ്ട സകലതും കടന്നു വന്ന് ആ കുഞ്ഞ് വളരുന്നത് പോലെ തുടർന്ന് രക്ഷയ്ക്കായി വളരുവാൻ ആ ദൈവം കൊടുക്കുന്ന ആ വചനമെന്ന മായമില്ലാത്ത പാല്. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നു, പുറത്തുള്ള വചനമല്ല, നിന്റെ അകത്ത് ഇംപ്ലാന്റഡ് വേർഡ്, നിന്റെ സ്പിരിറ്റിൽ ഓൾറെഡി അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ദൈവം. അത് നീ നിന്റെ ദേഹിയെ രക്ഷിപ്പാൻ അത് പ്രാപിക്കണം.
This again we see Paul speaking in Galatians, where he says that till I'm having the childbirth, pains of childbirth, till Christ is born again in you. And here what it says is that just like a child is born into the mother, we should also be born via the womb of the church, where we will have the umbilical cord, and via the umbilical cord we should get the nutrition. And the nutrition that we get is the implanted word, and we should drink the pure milk of the implanted word so that we can grow unto salvation. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് 1 പത്രോസ് 1:9, ഇതെല്ലാം പത്രോസിന്റെ ലേഖനത്തിലേക്ക് പറയണം കേട്ടോ. എല്ലാ ശിശുവിന്റെ രംഗില് 1:9 പറയാണ്, നിങ്ങളുടെ ഈ വിശ്വാസം ഉണ്ടല്ലോ, രക്ഷയുടെ വിശ്വാസം, അതിന്റെ അന്തമായ, അതിന്റെ അവസാനമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. അതിന്റെ അവസാനമാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, the end of your faith is the salvation of your souls. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അവസാനമാണ് നമ്മുടെ ദേഹിയുടെ രക്ഷ. നമ്മൾ രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് അവസാനമേ അറിയൂ. എന്താ ദൈവവചനം പറയുന്നത്? ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ട് നിനക്ക് ക്രിസ്തുവിൽ പങ്കുണ്ട്. This again we see in 1 Peter 1:9, receiving the end of your faith, the salvation of your soul. So it is at the end of our faith that we get the salvation of our soul. So we know, we will be sure of our salvation only at the end. And again the word of God says that if you hold on to your first faith till the end, you will be saved. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ, പുള്ളി അപ്പോസ്തലനാ, അദ്ദേഹം പറയുന്ന കാര്യം കേട്ടിട്ടില്ലേ? ഞാൻ പ്രാപിച്ചു എന്നല്ല എന്റെ സഹോദരങ്ങളെ പറയുന്നേ, പ്രാപിക്കാമോ എന്ന് വെച്ച് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ഓടുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് വല്ല വിധേനയോ മരിച്ചവരെന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ സകലതും ചപ്പും ചവറും എന്ന് എണ്ണുന്നു. It is because of that we see that even Apostle Paul, who is an apostle, he does not say that he has gained salvation. Instead, he says that I'm in order that I may gain salvation, not that I have gained salvation, but in order that I may gain salvation, I leave behind everything, I forget everything that is behind, and press on forward. So that press on forward, considering everything else to be rubbish, so that I may gain the salvation of God. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ ജീവിച്ചു, നമുക്കൊരു മാതൃകയായി നമ്മുടെ മുമ്പിൽ ജീവിച്ചു. നമ്മളെപ്പോലെ തന്നെ സകല പ്രതികൂലങ്ങളെയും തൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തു. നമ്മളെല്ലാം പോരാടായി, നമ്മളെല്ലാം മുൻപേ ഓടിയവനായി, നമുക്ക് നല്ല മാതൃകയായി. ഇതാ വചനം ക്രിസ്തു യേശുവായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി നമ്മുടെ മുമ്പിൽ ജീവിച്ചു. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നല്ലൊരു മാതൃക കാണിച്ചു തന്നു. ആ യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനെ, മനുഷ്യപുത്രനെ അനുഗമിച്ച് നമ്മളുടെ ജീവിതവും ജയത്തിലേക്ക് വരുവാൻ നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെടാം. ഹല്ലേലൂയ. ബാക്കി ടൈറ്റിലുകളൊക്കെ നമുക്ക് അടുത്ത സന്ദേശത്തിൽ ചിന്തിക്കാം. So here we see that the word became flesh and lived among us. And when he lived among us, he faced all the obstacles that we face, all the tribulations that we face, he also faced, and he overcame that, and he became a forerunner for us. So let us follow him. Let us take refuge in the grace of God, so that we can follow him and attain salvation. കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്ക്? ഞാൻ ചിന്തിക്കുന്നു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലായി, യേശുവിനെ കുറിച്ച് മനസ്സിലായി. ക്രിസ്തു ദൈവപുത്രൻ, യേശു ക്രിസ്തു മനുഷ്യപുത്രൻ. ക്രിസ്തുവിന്റെ പേര് വചനം, മനുഷ്യപുത്രൻ ഇതാ മാംസമായി ജഡം ധരിച്ചു, വചനം ജഡമായി മാറി. ഇനി ആ ഭാഗത്ത് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെ നിങ്ങൾ ഇനി കലങ്ങുവാനായിട്ട് ഇടയാകരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. യേശു ഇതാ 2000 വർഷം മുമ്പേ ആ പേര് പോലും വന്നിട്ടുള്ളൂ. എന്നാൽ അതിനു മുൻപ് പ്രവചനത്തിലൂടെ ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ആ യേശുവിന് ഇന്നിന്ന പേരുകളൊക്കെ വിളിക്കപ്പെടും എന്നൊരു പ്രവചനമുണ്ട്. അത് നമുക്ക് അടുത്ത സന്ദേശം ചിന്തിക്കാം.
so let us conclude by speaking just stopping with the first two titles. I hope you have understood this. We have the Son of God, that is the Word, and this Word became flesh, and when he came to this world, he was known as Jesus. Jesus, that is the Son of Man, and this name of Jesus came about only in 2000 years. But the Son of God, that is the Word, that is a pre-existent Jesus. He was there from eternity. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തെക്കുറിച്ച്, വചനത്തിന്റെ മറഞ്ഞു കിടന്ന മർമ്മങ്ങളെക്കുറിച്ച് അല്പസമയം ധ്യാനിപ്പാൻ അങ്ങ് തന്ന സമയത്തിനായി നന്ദി. അങ്ങ് എന്താണോ ഈ വചനത്തിൽ ആഗ്രഹിക്കുന്നത് അതുമാത്രം ഞങ്ങളുടെ ഹൃദയം ചിന്തിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് അങ്ങ് ഞങ്ങളെ ക്രിസ്തുവിൽ അങ്ങയുടെ മക്കളായി തിരഞ്ഞെടുത്തു. ആദത്തിൽ അങ്ങ് ഞങ്ങളെ നിക്ഷേപിച്ചു, ഞങ്ങൾ മരിച്ചു. എന്നാൽ ഞങ്ങൾ മക്കളായതുകൊണ്ട് ഞങ്ങളെ തിരിച്ചെടുക്കുവാൻ അങ്ങ് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചു. ഞങ്ങളെ വീണ്ടും ജനിപ്പാൻ, അങ്ങനെ മരിച്ചവരായിരുന്നു ഞങ്ങൾ വീണ്ടും ജീവിപ്പാൻ ആരായി? അങ്ങയുടെ മക്കളായി. നന്ദി അപ്പാ, ഈ മഹാസ്നേഹത്തിനായി നന്ദി. ഇനി ഞങ്ങൾ അന്ത്യത്തോളം നിലനിൽപ്പാൻ, രണ്ടൊരു ചത്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്താതെ ഈ ജീവനെ മുറുകെ പിടിപ്പാൻ, പൗലോ തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അങ്ങ് തന്ന ജീവനെ പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം വിശ്വാസം കാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമായി തീരുവാൻ, ഞങ്ങൾ മാറാത്ത വചനത്തെ ഉന്തിത്തള്ളി മാറ്റുന്നവരാകാതെ വചനത്താൽ ഞങ്ങൾ മാറ്റപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങയുടെ മകനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോഴിത് കേട്ട ഇനിയും കേൾക്കാൻ പോകുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെല്ലാവരും ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൽ സ്വകീയ പിതാവിന്റെ മാറിലണയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം അവരെ സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഇതാ തിരുവത്താഴ് ശുശ്രൂഷയുണ്ട്. സഭായോഗങ്ങളുടെ ബന്ധത്ത് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഓർപ്പിക്കുകയാണ്, ഡിസംബർ 2 അടുത്ത റിട്രീറ്റ്. ഡിസംബർ 1 പ്രത്യേക ഒരു വിശകലനം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഓർപ്പിച്ചുവല്ലോ. അതിൻ്റെ പോസ്റ്റർ എല്ലായിടത്തേക്കും ഫോർവേഡ് ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു.